നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ജോലി നേടാൻ പറ്റിയൊരു സുവർണ അവസരം കൈവന്നിരിക്കുകയാണ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ 3847 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒഴിവുകൾ അപ്പർ ഡിവിഷൻ ക്ലർക്ക്, UDC, സ്റ്റെനോഗ്രാഫർ, MTS, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികൾക്ക് വേണ്ടിയിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് യോഗ്യത മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ESIC എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിലെ സ്റ്റെനോഗ്രാഫർ, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, പെർമനന്റ് റിക്രൂട്ട്മെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്. ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പർ ഡിവിഷൻ ക്ലർക്ക്, UDCയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്, വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് യൂസ് ഓഫ് ഓഫീസ് സ്യൂട്ട്സ് ആൻഡ് ഡേറ്റാബേസസ്, MS ഓഫീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം. സ്റ്റെനോഗ്രാഫറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th ക്ലാസ് പാസ് ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി, +2 ആണ് ക്വാളിഫിക്കേഷൻ. പിന്നെ അതുപോലെ സ്റ്റെനോഗ്രഫിയും പഠിച്ചിരിക്കണം. MTS ആണെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഓക്കെ, അപ്പൊ 10th ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളവർക്ക് MTS, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സ്കെയിൽ ഓഫ് പേ നോക്കിയാൽ UDCക്കും സ്റ്റെനോഗ്രാഫറിനും 25,500 മുതൽ 81,100 വരെയാണ് 7th സെൻട്രൽ പേ കമ്മീഷൻ പ്രകാരം ലഭിക്കാൻ പോകുന്ന സ്കെയിൽ ഓഫ് പേ. MTSനാണെങ്കിൽ 18,000 മുതൽ 56,900 വരെയാണ് കിട്ടാൻ പോകുന്നത്. ഇത് കൂടാതെ DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, അതർ അലവൻസ് ഒക്കെ ഇവര് എലിജിബിൾ ആയിരിക്കും. ഇനി ഏജ് ലിമിറ്റ് ആണെങ്കിൽ UDC സ്റ്റെനോഗ്രാഫർ 18 മുതൽ 27 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിക്ക് 15th ഫെബ്രുവരി 2022 ആകുമ്പോഴാണ് ഈ വയസ്സ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. 18 മുതൽ 27 വയസ്സ് ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. MTSനാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയാണ്. ഇതും 15th ഫെബ്രുവരി 2022 വരെയാണ് ഈ ഒരു ഏജിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCRT. അപ്പോൾ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 days നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19th അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 15-ാം തീയതിയാണ്. അപ്പോൾ ഉടനടി തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 10 വർഷം, OBC ആണെങ്കിൽ 13 വർഷം, SC/ST ആണെങ്കിൽ 15 വർഷം. എക്സ് സർവീസ് മെന്നിന് ജനറൽ കാറ്റഗറി 3 വർഷം, OBC 6 വർഷം, SC/ST 8 വർഷം. ഇനി ESIC എംപ്ലോയി അല്ലെങ്കിൽ ഗവൺമെന്റ് സർവന്റ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. OBC 43 വയസ്സ്, SC/ST 45 വയസ്സ്. ഓക്കെ, അതർ കാറ്റഗറീസിന് ഗവൺമെന്റ് ഓർഡേഴ്സ് അനുസരിച്ച് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്?
15th February ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ സൈറ്റ്, ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. www.esic.nic.in എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് SC ST PWD ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ് എക്സ് സർവീസ്മെന് 250 രൂപയും അതർ കാറ്റഗറീസിലുള്ള ആൾക്കാർക്ക് 500 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ മോഡായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇനി ഇതിന്റെ സിലബസും കൂടെ നോക്കാം. അപ്പർ ഡിവിഷൻ ക്ലർക്കിനാണെങ്കിൽ പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും, മെയിൻ എക്സാം ഉണ്ടായിരിക്കും, അതുപോലെ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിൽ വരുന്ന ടോപ്പിക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. 100 ചോദ്യങ്ങൾ, 200 മാർക്ക്. 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാം. രണ്ടാമത് മെയിൻ എക്സാം ആണ്. മെയിൻ എക്സാമിനും ഈ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്. ക്വസ്റ്റ്യന്റെ നമ്പർ ആണ് വ്യത്യാസമുള്ളത്. 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. ശേഷം കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ പവർ പോയിന്റ് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ, MS വേർഡ് മാറ്റർ ടൈപ്പ് ചെയ്തിട്ട് ഫോമാറ്റ് ചെയ്യാൻ, MS എക്സലിൽ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. ഇത്രയും 3 എണ്ണമാണ് UDCക്ക് വരുന്നത്. ഇനി സ്റ്റെനോഗ്രാഫറിനാണെങ്കിൽ പ്രിലിമിനറി എക്സാം phase 1 എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, റീസണിംഗ് എബിലിറ്റി, ജനറൽ അവയർനെസ്, ഇത്രയും ടോപ്പിക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 200 മാർക്കിന്. ഇതാണ് സ്റ്റെനോഗ്രാഫറിന്റെ phase 1 എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. phase 2 സ്കിൽ ടെസ്റ്റ് ആണ്. സ്റ്റെനോഗ്രഫിക്ക് സ്കിൽ ടെസ്റ്റ് ആണ്. അതിൽ അവരുടെ സിലബസ് അനുസരിച്ചിട്ട് സ്കിൽ ടെസ്റ്റ് ഇൻ സ്റ്റെനോഗ്രഫി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ phase 1 പ്രിലിമിനറി എക്സാം 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 200 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. പിന്നെ മെയിൻ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ സെയിം ടോപ്പിക് തന്നെ 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. 2 മണിക്കൂറായിരിക്കും ടൈം. ഈ 2 ഫേസേ MTSന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം 10th ആണല്ലോ ക്വാളിഫിക്കേഷൻ. അപ്പം MTS മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. esic.nic.in എന്ന സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 15th February ആണ്. അപ്പൊ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലഗ്രാം ചാനൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.